ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ഫ്രൂട്ട് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ജാമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ലൊക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ ജാം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ മാംഗോ ജാം പോലെയും പൈനാപ്പിൾ ജാം പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും അല്ല കേട്ടോ സാധനം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ലൊക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിനെ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു ഫ്രൂട്ടിനെ ഞാൻ കണ്ടിട്ടില്ലേ. പിന്നെ ഇതുപോലെ തൊലി കളഞ്ഞാണ്ട് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതുപോലെ വേഗം തന്നെ നമുക്ക് കൈ വെച്ച് തന്നെ തൊലി കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സീഡ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചെറിയ 4 സീഡ്സാണ് ഇതിന് വരുന്നത്. പിന്നെ നമുക്ക് ആ സീഡ്സ് നിന്ന ഭാഗത്ത് ചെറിയൊരു ടിഷ്യൂ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ ജാം ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഫ്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ ഒരു കപ്പിന് ഒരു കപ്പായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സെയിം കപ്പിൽ തന്നെ അര കപ്പിലും താഴെയായിട്ടാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാട്ടോ, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ചെറുതായിട്ട് മുറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായി കുറച്ച് വെള്ളമൊക്കെ ആയി വന്നാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ആ ഫ്രൂട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ട് അടച്ചു വെച്ചിട്ട് ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ആ ഫ്രൂട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്രൂട്ട് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചാണ്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഉടച്ചെടുക്കണ്ട, ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത ഒരു പട്ട എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ജാമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. ആ ഫ്രൂട്ടിൻ്റെയും ആ ഒരു പട്ടൻ്റെയൊക്കെ സ്മെല്ല് മിക്സായി നല്ലൊരു സ്മെല്ലാട്ടോ ഒരു ജാമിനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലൊക്കോട്ട് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ജാം തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഇതിലിത്തിരി വെള്ളമൊക്കെ ഉള്ളത് പോലെ ഉണ്ടാകും, പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പോൾ പാകത്തിനുള്ള തിക്കായിട്ട് വരും. പിന്നെ ഈ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ ജാം ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത് ഫ്രൂട്ട് വെച്ചിട്ടായാലും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ജാം ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ചൂടക്കാറി അത്യാവശ്യം തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് ചപ്പാത്തിയിലൊക്കെ നമുക്ക് ആക്കി കഴിക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.